ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നത് മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഭാരതത്തിൽ ഇന്ത്യയിൽ നടന്ന സംഭവ വികാസങ്ങളായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതുവരെ എത്തി? മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി അതിനുശേഷം ഡൽഹിയുടെ ഭരണം തൻ്റെ അടിമയും വിശ്വസ്തനും സൈന്യാധിപനുമായ പടത്തലവനുമായ കുത്തബുദ്ദീന് കൈമാറി. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ അടിമവംശമാണ് ഇനി നമ്മൾ തുടങ്ങുന്നത്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം എന്ന് പറയുന്നത്. അടിമവംശം സ്ഥാപിച്ചത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. ആരാണ്? എന്നാണ് നമ്മുടെ മുഹമ്മദ് ഗോറി മരിച്ചത്? 1206 അദ്ദേഹം അന്തരിച്ചു. 1206 മുതൽ 1210 വരെയാണ് കുത്തബുദ്ദീൻ ഐബക്ക് ഡൽഹി ഭരിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം അടിമവംശം സ്ഥാപിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയും കൂടിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. അടിമവംശത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1206 മുതൽ 1290 വരെയാണ്. കുത്തബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മുഹമ്മദ് ഗോറിയുടെ വിശ്വസ്തനും അടിമയുമായിട്ടുള്ള വ്യക്തിയായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. ലാഖ് ഭാഷ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. എന്താണ് ലാഖ് ഭാഷ? ലാഖ് ഭാഷ പറഞ്ഞാൽ എന്താണ്? ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഉള്ള സമയത്ത് തലസ്ഥാനം എന്ന് പറയുന്നത് ലാഹോറാണ്. ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ഇൽത്തുമിഷാണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് താജ് ഉൽ മസീർ. എന്താണ് താജ് ഉൽ മസീർ? ഇത് രചിച്ച ആരാണ്? ഹസൻ നിസാമിയാണ്. അദ്ദേഹം ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കിന്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരനായ ഹസൻ നിസാമിയാണ് ഇത് രചിച്ചത്. ആരാണ്? ഹസൻ നിസാമി. കുത്തബുദ്ദീൻ ഐബക്ക് പണികഴിപ്പിച്ച ഒരു പള്ളിയുണ്ട്, അതാണ് ഖുവ്വത്തുൽ ഇസ്ലാം പള്ളി. അത് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതി എന്ന് പറയുന്നത് എന്താണ്? ഖുവ്വത്തുൽ ഇസ്ലാം പള്ളിയാണ്. അത് നിർമ്മിച്ച ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. അതുപോലെ തന്നെ കുത്തബ് മിനാർ 1193 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അത് സൂഫി വര്യനായ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണയ്ക്കായിട്ടാണ് നിർമ്മിച്ചത്. ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. അത് നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണെങ്കിലും അതിന്റെ പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷാണ്. അതേപോലെ തന്നെ അജ്മീറിലെ അദായ് ദിൻക ചോൻപ്ര എന്ന മോസ്ക് നിർമ്മിച്ചതും കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബുദ്ദീൻ ഐബക്ക് എങ്ങനെയാണ് മരിച്ചത് വെച്ചാൽ, പോളോ കളിക്കുന്ന സമയത്ത് കുതിരയിൽ നിന്നും വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം ഭരണം ഏറ്റെടുത്തത് ആരം ഷയാണ്. ആരാണ്? ആരം ഷാ. ആരം ഷയെ വധിച്ച് ആര് ഭരണം ഏറ്റെടുത്തു? ഇൽത്തുമിഷ് ഭരണം ഏറ്റെടുത്തു. ഈ ഇൽത്തുമിഷ് ഇത് ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബദായും എന്ന സ്ഥലത്തെ ഗവർണറായിരുന്നു. അവിടുത്തെ ബദായും എന്ന സ്ഥലത്തെ ഗവർണറായിരുന്നു. ഈ ഇൽത്തുമിഷ് ആരം ഷയെ വധിച്ചത് ഏത് മൈതാനത്തിലാണ്? ബാഗ് ഇ ജൂദ് മൈതാനത്ത് വെച്ചാണ്. ഇനി നമുക്ക് ഇൽത്തുമിഷിനെ കുറിച്ച് നോക്കാം. ഇൽത്തുമിഷിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ്. അദ്ദേഹം ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിലാണ് ഭരണം നടത്തിയിരുന്നത്. ഖലീഫയുടെ പ്രതിനിധി എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താനാണ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഭരണാധികാരി കൂടിയാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഭഗവത് ദാസന്മാരുടെ സഹായി എന്ന് അറിയപ്പെടുന്ന സുൽത്താനാണ് ഇൽത്തുമിഷ്. അദ്ദേഹത്തിന്റെ പ്രധാന ഭരണമായിരുന്നു ചാലിസ അല്ലെങ്കിൽ ചഹൽഗാനി പ്രഭുക്കന്മാരുടെ 40 പ്രഭുക്കന്മാരുടെ സഭയായ ചാലിസ അല്ലെങ്കിൽ ചഹൽഗാനി അദ്ദേഹം രൂപീകരിച്ചു. അതുപോലെ തന്നെ 2 തരത്തിലുള്ള നാണയങ്ങൾ അവതരിപ്പിച്ചു. ഒന്ന് വെള്ളി നാണയം. വെള്ളി നാണയത്തിന് പറയുന്ന പേര് തങ്ക എന്നാണ്. ജിറ്റാൾ
അത് ചെമ്പ് നാണയത്തിന്. ച എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ജിറ്റാള് ചെമ്പ് നാണയം. ഈ നാണയങ്ങൾ അവതരിപ്പിച്ചത് ഇൽത്തുമിഷാണ്. അതായത് ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നിവ കീഴടക്കിയ വ്യക്തി കൂടിയാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഖബർ ഉള്ളത് കുത്തബ് കോംപ്ലക്സിലാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചെങ്കിസ് ഖാൻ 1221 ഇന്ത്യയെ ആക്രമിച്ചു എന്നാണ്. ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് 1221 ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിച്ചു. നാണയങ്ങൾ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ എന്ന് രേഖപ്പെടുത്തിയ സുൽത്താനാണ് ആര്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തി. അടിമയുടെ അടിമ, ദേവഭൂമിയുടെ സംരക്ഷകൻ, അതുപോലെ ഭഗവത് ദേവന്മാരുടെ സഹായി, ഇതൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഇൽത്തുമിഷാണ്. അപ്പോൾ ഇതാണ് ഇൽത്തുമിഷിനെ കുറിച്ച് പറയാനുള്ളത്. ഇൽത്തുമിഷിന് ശേഷം അപ്പോൾ നമ്മളൊരു സൈഡിൽ എഴുതണം ആരാണ് ഫസ്റ്റ് വന്നത്? കുത്തബുദ്ദീൻ ഐബക്കാണ്. 1206 മുതൽ 1210 വരെ ഭരിച്ചു. അതിനുശേഷം ഇൽത്തുമിഷ് ആരംഷ പെട്ടെന്ന് തന്നെ വടിയായി പോയി. 1210 മുതൽ 1236 വരെയാണ്. അതിനുശേഷം വന്നത് റസിയ സുൽത്താനിയാണ്. 1236 മുതൽ 1240 വരെയാണ്. ഈ റസിയ ആരുടെ മകളാണ്? ഇൽത്തുമിഷിന്റെ മകളാണ്. ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഇൽത്തുമിഷ് റസിയയെ ഭരണകാര്യങ്ങളിലെല്ലാം അതുപോലെ തന്നെ നല്ല മേൽനോട്ടത്തിലൂടെ വളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഗത്ഭമായിട്ടുള്ള കഴിവുകളും റസിയ സുൽത്താനയ്ക്ക് ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരന്മാരെക്കാൾ കഴിവും യോഗ്യതയുമുള്ളവളാണ് അവൾ എന്ന് തിരിച്ചറിഞ്ഞു. ആ സമയത്തെ ഒരു ചരിത്രകാരനുണ്ട്, മിൻഹാജി സിറാജ്. ആരാണ്? മിൻഹാജി സിറാജ്. പക്ഷേ റസിയയ്ക്ക് കൂടുതൽ കാലം ഭരിക്കാനായില്ല. ഡൽഹി ഭരിച്ചിരുന്ന ഏക മുസ്ലിം വനിതയായിരുന്നു റസിയ സുൽത്താന. അതുപോലെ ഏക വനിതാ ഭരണാധികാരിയും റസിയയായിരുന്നു. സ്ത്രീ ആയതുകൊണ്ട് തന്നെ പ്രഭുക്കന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ ഇവർ അധികാരത്തിൽ വരുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി റുക്നുദ്ദീൻ ഫിറോസിനെ സുൽത്താനായി നിർമ്മിച്ചു. റുക്നുദ്ദീൻ ഫിറോസ് എന്ന് പറയുന്നത് റസിയയുടെ സഹോദരനാണ്. അതിനുശേഷം ജലാലത്തുദ്ദീൻ റസിയ എന്ന പേരിൽ അവർ വീണ്ടും ഭരണം ആരംഭിക്കുകയാണ് ചെയ്തത്. 1240 അവരെ പുറത്താക്കി. അവരുടെ ഭരണ മികവ് എന്ന് പറയുന്നത് വ്യാപാരം മെച്ചപ്പെടുത്തുക, കിണർ കുഴിക്കുക, റോഡുകൾ നിർമ്മിക്കുക, അതിലൂടെ അവർ രാജ്യത്തിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അവർ ഇഖ്താദർമാരെയും കമാൻഡർമാരെയും നിയമിച്ചിരുന്നു. അപ്പോൾ ഇഖ്ത എന്ന സമ്പ്രദായം ഞാൻ വിട്ടുപോയി. ഇഖ്ത എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? അത് കൊണ്ടുവന്നത് ഇൽത്തുമിഷാണ്. ആരാണ്? ഇൽത്തുമിഷ്. ഇഖ്ത എന്ന സമ്പ്രദായം, ഈ ഭൂനികുതി സമ്പ്രദായമാണ് ഇഖ്ത എന്ന് പറയുന്നത്. ഈ ഒരു പ്രത്യേക തരം ഭൂമി അല്ലെങ്കിൽ കുറച്ച് ഭൂമികൾ കുറച്ച് പേരുടെ പേരിൽ കൊടുക്കും. അതാണ് അവർ അറിയപ്പെടുന്നത് ഇഖ്താദർമാരാണ്. അവരിൽ ആ ഭൂപ്രദേശത്ത് നിന്ന് പിരിക്കുന്ന നികുതിയാണ് ഇഖ്ത എന്ന് പറയുന്നത്. ആ ഭൂനികുതിയിൽ നിന്ന് വേണം അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഭരണകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം സ്വരൂപിച്ചിരുന്നത്. പിന്നെ ദർബാറിൽ, അത് റസിയനെ പറയുമ്പോൾ തുറന്ന ദർബാറിൽ അവർ രാജ്യകാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇതൊക്കെയാണ് റസിയ സുൽത്താനയുടെ ഭരണത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ റസിയ സുൽത്താന് ശേഷം അടിമവംശത്തിലെ ഏറ്റവും കഴിവുള്ള ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ അധികാരത്തിൽ വന്നു. അടിമവംശത്തിലെ ശക്തനായ ഭരണാധികാരി അല്ലെങ്കിൽ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആളാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. രാജഭരണം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു ബാൽബൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഉല്ലു ഖാൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് തമാശ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച ഭരണാധികാരിയായിരുന്നു ബാൽബൻ എന്ന് പറയുന്നത്. നിണവും ഉരുമം അല്ലെങ്കിൽ അയൺ ആൻഡ് ബ്ലഡ് ആൻഡ് അയൺ, ഈ നയം സ്വീകരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ബാൽബൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ചാലിസ എന്ന് പറയുന്നത്, അത് നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു ബാൽബൻ എന്ന് പറയുന്നത്. ബാൽബന്റെ കൊട്ടാരം അറിയപ്പെടുന്നത് എന്താണ്? ചുവന്ന കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ചുവന്ന കൊട്ടാരം എന്നാണ് ബാൽബന്റെ അറിയപ്പെടുന്നത്. അതില്ലാതെ ദിവാൻ ഇ അരസ്, എന്താണ്? ദിവാൻ ഇ അരസ് ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. ദിവാൻ ഇ അരസ് സ്ഥാപിച്ച
ഭരണാധികാരി കൂടിയായിരുന്നു ബാൽബൻ എന്നുള്ളത്. രണ്ടാം അടിമവംശ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. അതുപോലെ ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. സിജിദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ്. എന്താണ് സിജിദ, അതുപോലെ തന്നെ പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ്. അതുപോലെ നവറോസ് എന്ന പേർഷ്യൻ പുതുവത്സരാഘോഷം ആരംഭിച്ചതും ബാൽബനാണ്. എന്താണ് നവറോസ് എന്നുള്ള പേർഷ്യൻ പുതുവത്സരാഘോഷം. അപ്പോൾ നമ്മൾ ഈ ഒരാളിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരോ നോട്ട് മാത്രം എഴുതി വയ്ക്കുക. നമ്മൾ എന്താണ് ബ്ലഡ് ആൻഡ് അയൺ, അങ്ങനെ അതെന്താണ് സാധനം അതൊന്നും എഴുതി വയ്ക്കരുത്. ദിവാനി അരസ് എന്താണെന്നൊന്നും എഴുതി വയ്ക്കരുത്. ജസ്റ്റ് ദിവാനി അരസ്, ബ്ലഡ് ആൻഡ് അയൺ, സിജിദ, പൈബോസ്, നവറോസ്, അതുപോലെ തന്നെ ഉരുക്കു മനുഷ്യൻ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, രാജാധികാരം ദൈവദത്തമാണ്, ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ മാത്രം എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ്സിലൂടെ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഒരു നോട്ട് എഴുതിയതിൽ എല്ലാം ഒരുമിച്ച് ഒരിക്കൽ കൂടി ഓടിച്ച് നോക്കാം. അപ്പോൾ മനസ്സിലായി നമ്മൾ പഠിച്ചതെല്ലാം ഓർമ്മ വരും. അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മളെല്ലാം ഇരുന്ന് എഴുതി വയ്ക്കേണ്ട. പക്ഷേ ഈ എഴുതി വയ്ക്കുന്നുണ്ടല്ലോ, നമ്മൾ പിന്നീട് വീണ്ടും റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ഇനി അടിമവംശത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഗ്രന്ഥമാണ് തബാഖത്ത്-ഇ-നസീർ. എന്താണ് തബാഖത്ത്-ഇ-നസീർ? അടിമവംശത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഗ്രന്ഥമാണ് തബാഖത്ത്-ഇ-നസീർ. ഇത് എഴുതിയ ആരാണ്? മിൻഹാജ് അസ്-സിറാജ്. ആരാണ്? മിൻഹാജ് അസ്-സിറാജ് ആണ് ഇത് എഴുതിയത്. ചില ബുക്കുകൾ മിൻഹാജ്, ചില ബുക്കുകൾ മിൻഹാജ് എന്നാണ്. മിൻഹാജ് ആയിരിക്കണം ശരി. മിൻഹാജ് അസ്-സിറാജ് ഈ ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ഗൈക്കാബാദാണ്. ആരാണ്? ഗൈക്കാബാദിന് ശേഷം ഗൈക്കാബാദിനെ പരാജയപ്പെടുത്തി ജലാലുദ്ദീൻ ഖിൽജി തൻ്റെ ഖിൽജി വംശം സ്ഥാപിച്ചു. ഗൈക്കാബാദിനെ പരാജയപ്പെടുത്തി ജലാലുദ്ദീൻ ഖിൽജി തൻ്റെ അടിമവംശം ആരംഭിച്ചു. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ചിരുന്ന ഭരണകൂടമായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമായ ഖിൽജി രാജവംശം എന്ന് പറയുന്നത്. അവരുടെ എത്ര വർഷങ്ങളാണ്? 1290 മുതൽ 1320 വരെയാണ് അവർ ഭരിച്ചിരുന്നത്. ഖിൽജി സുൽത്താൻമാർ എന്തായിരുന്നു? തുർക്കി വംശജർ തന്നെയായിരുന്നു. സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജി ആയിരുന്നു. ഇനി ജലാലുദ്ദീൻ ഖിൽജിയെ പരിചയപ്പെടുത്താം. ജലാലുദ്ദീൻ ഖിൽജിയുടെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് മാലിക് ഫിറോസ് എന്നായിരുന്നു. എന്താണ്? മാലിക് ഫിറോസ്. ഖിൽജി രാജവംശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഇൽത്തുമിഷ് എന്ത് ചെയ്തു? ലാഹോറിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി. ഖിൽജി വംശത്തിൻ്റെ സമയത്തും തലസ്ഥാനം ഡൽഹിയാണ്. ജലാലുദ്ദീൻ ഖിൽജിയെക്കുറിച്ച് പിന്നെ അറിയാനുള്ളത്, അദ്ദേഹം സൂഫി വര്യനായ സിദ്ദി മൗലിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച ഭരണാധികാരിയായിരുന്നു. ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ? അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഖിൽജിയുടെ മരുമകനാണ്. ആരാണ്? മരുമകനാണ്. ഞാൻ അലാവുദ്ദീൻ ഖിൽജിയെ നോക്കാം. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഖിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരി എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചിരുന്ന ഖിൽജി സുൽത്താൻ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അതെന്താണ്? അലി ഗുർഷാസപ്പ് ആണ്. എന്താണ്? അലി ഗുർഷാസപ്പ്. ചിലവിടെ ഗർഷർപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ചിലർ അലി ഗർഷർപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, ചിലർ അലി ഗുർഷാസപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അലി ഗുർഷാസപ്പ് പറഞ്ഞിട്ട് ഓർത്ത് വയ്ക്കുക. മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തന്നെ അദ്ദേഹം രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദരി സൈനി എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി അതാരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. തെക്കേ ഇന്ത്യ ആദ്യമായി ആക്രമിച്ച സുൽത്താൻ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു സൈന്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്.
അദ്ദേഹം എന്ത് ചെയ്തു? അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ചു. സർക്കാർ ധാന്യപ്പുരകൾ സ്ഥാപിച്ചു. കർഷകരിൽ നിന്ന് സർക്കാർ ധാന്യങ്ങൾ വാങ്ങി സൂക്ഷിക്കുക, ക്ഷാമകാലങ്ങളിൽ അവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനുവേണ്ടി ഈ കർശനമായിട്ട് നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരുകൾ നിയമിച്ചു. കമ്പോള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ സൈനികർക്ക് സാധനം വാങ്ങുവാനെല്ലാം കുറച്ചു കാശ് മതിയാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഉയർന്ന ശമ്പളം നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ സൈന്യത്തെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു സ്ഥിരം സൈന്യമായി ആദ്യമായിട്ട് നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരി അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? ഗുജറാത്തിനെ ആക്രമിച്ചു. ഗുജറാത്തിന് കീഴടക്കി. അവിടുത്തെ കാമ്പ്യ തുറമുഖം കീഴടക്കി. ഇങ്ങനെ ഗുജറാത്ത് കീഴടക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുറമുഖങ്ങളുടെ അധീനതയിലായതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. തുറമുഖങ്ങൾ വഴി ഒരുപാട് ഇറാഖിൽ നിന്ന് മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സൈന്യത്തിനും പ്രാഗൽഭ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ ശക്തി ഇൻക്രീസായി. അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറ് ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അദ്ദേഹം നിയന്ത്രണത്തിലാക്കി. അതുപോലെ സൈനിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. സൈനിക പരിഷ്കാരങ്ങൾ മെയിനായിട്ടുള്ളതാണ് ഡാഗ് ചെഹ്റ സമ്പ്രദായം. എന്താ ഈ ഡാഗ് പറഞ്ഞാൽ? കുതിരകളെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഡാഗ്. അപ്പോൾ എന്താണ്? മികച്ച ഇനം കുതിരകളെ പരിശീലിപ്പിക്കാനും അതുപോലെ എലൈറ്റ് കുതിരകളെ നിലനിർത്താനും ഈ ഡാഗ് സംവിധാനം സഹായിച്ചു. അതുപോലെ ചെഹ്റ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയൽ ഓരോ സൈനികർക്കും നൽകിയിരുന്ന തിരിച്ചറിയൽ കാർഡ് സംവിധാനമായിരുന്നു ചെഹ്റ സംവിധാനം എന്ന് പറയുന്നത്. 1299, 1300, അതുപോലെ 1302, 1303 ആ കാലഘട്ടങ്ങളിൽ 2 തവണ ഇന്ത്യ ഡൽഹി ആക്രമിക്കപ്പെട്ടു. അദ്ദേഹം കർഷകന്റെ വിളവിൻ്റെ 50% നികുതി നിശ്ചയിച്ചിരുന്നത്. 1303 അദ്ദേഹം ചിറ്റാർ കോട്ട പിടിച്ചടക്കിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്, ഇതിഹാസ കാവ്യമാണ് പത്മാവത് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 1301 അലാവുദ്ദീൻ ഖിൽജി ഡൽഹിക്കും ചിറ്റോറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രൺതംബോർ കീഴടക്കി. ആ ഒരു സമയത്ത് റാണ രത്നസിംഹൻ അവിടെ ചിറ്റോറിൽ സിംഹാസനസ്ഥനായി. 1303 അലാവുദ്ദീൻ ഖിൽജി ചിറ്റോറിലേക്ക് മാർച്ച് നയിച്ചു. അതിനുശേഷം ബെരാച്ചിനും ഗംഭീരി നദിക്കിടയിൽ ക്യാമ്പ് ചെയ്തിട്ട് 8 മാസത്തോളം ഉപരോധം ചെയ്തു. അദ്ദേഹം കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി. അതുപോലെ ചിറ്റോറിലെ ജനങ്ങളെ അതിനുശേഷം കൂട്ടക്കൊല ചെയ്യാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിൻ്റെ മകനായ കിസർ ഖാൻ അല്ലെങ്കിൽ കിദർ ഖാനെ ചിറ്റോർ ഏൽപ്പിക്കുകയും ചെയ്തു. രാജകുമാരൻ്റെ പേരിൽ ചിറ്റോർ കോട്ടയെ ഖിസ്രാബാദ് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഈ കഥ പറയുന്ന ഒരു ഇതിഹാസ കാവ്യമാണ് പത്മാവത്. ഇത് രചിച്ചതാരാണ്? മാലിക് മുഹമ്മദ് ജയ്സി. അതാണ് മാലിക് മുഹമ്മദ് ജയ്സി. പത്മാവത്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വേറൊരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള ചരിത്രത്തിലെ ആദ്യ വിവാഹമാണ് അലാവുദ്ദീൻ ഖിൽജിയും ഗുജറാത്തിലെ രാജാവായ ഇന്ത്യ വിധവയായ കമലാദേവിയും തമ്മിൽ നടന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രോ. ഇന്ത്യയുടെ തത്ത, അതുപോലെ തന്നെ ഉറുദു ഹോമർ എന്നെല്ലാം പേരിലെല്ലാം അറിയപ്പെടുന്ന മുഖ്യ കവിയാണ് അമീർ ഖുസ്രോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് അബുൽ ഹസൻ. അപ്പോൾ അമീർ ഖുസ്രോ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബുൽ ഹസൻ. ഇന്ത്യയുടെ തത്ത, ഉറുദു ഹോമർ എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ അമീർ ഖുസ്രോ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ലൈല മജ്നു, അയൻ ഇ സിക്കന്ദരി, തുഗ്ലക് നാമ. ഏതൊക്കെയാണ്? തുഗ്ലക് നാമ, അയൻ ഇ സിക്കന്ദരി, ലൈല മജ്നു. പിന്നെ സൂഫി ഭക്തിഗാനമായ ഖവ്വാലിയുടെ പിതാവും അതും അമീർ ഖുസ്രോ ആണ്. സിത്താർ, തബല എന്നിവ ഇന്ത്യയിലേക്ക് തന്നതും എന്നിവ കണ്ടുപിടിച്ചതും അമീർ ഖുസ്രോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഖിൽജി രാജവംശത്തെക്കുറിച്ച് അറിയാനുള്ളത്. അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മാലിക് ഗഫൂർ. അദ്ദേഹമാണ് ദേവഗിരിയെ ആക്രമിച്ചത്. ഖിൽജി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി അത് ഖുസ്രു ഖാനാണ്. ആരാണ്? ഖുസ്രു ഖാനാണ്. മുബാരക് ഷായെ വധിച്ചത് ഖുസ്രു ഖാനാണ്. പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തെ കമ്പോള നടപടികൾ ഞാൻ പറഞ്ഞിരുന്നു. ആ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അലാവുദ്ദീൻ
നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഷഹാനായി മണ്ഡി, ദിവാനി റിയാസത്ത് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ. ഈ കമ്പോള പരിഷ്കരണങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ നിർമ്മാണമാണ് അലൈ ദർവാസ, അല്ലെങ്കിൽ അത് ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച ആദ്യ ഇന്ത്യൻ സ്മാരകമാണ് അലൈ ദർവാസ എന്ന് പറയുന്നത്. ഖുവത്തുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയാണ്. അതേസമയം ഇന്തോ ഇസ്ലാമിക് രീതിയിൽ നിർമ്മിച്ച ആദ്യ സ്മാരകം അത് അലൈ ദർവാസയാണ്. 1000 തൂണുകളുടെ കൊട്ടാരം, അതുപോലെ തന്നെ കുത്തബ് കോംപ്ലക്സിന്റെ കവാടം എന്ന് പറയുന്നത് അത് അലൈ ദർവാസയാണ്. റെഡ് സാൻഡ് സ്റ്റോണിലാണ് അത് പണികഴിപ്പിച്ചത്. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വസൈന്യാധിപനായ മാലിക് കഫൂറാണ് ആര് വധിച്ചത്? അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ചത്. പിന്നെ അലാവുദ്ദീൻ ഖിൽജി പണികഴിപ്പിച്ച പട്ടണമാണ് സിരി. എന്തിനാണ് വെച്ചാൽ മംഗോളന്മാർ ആക്രമിക്കുന്ന സമയത്ത് ഒരു സൈന്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടണമായിട്ടാണ് സിരിയെ വികസിപ്പിച്ചെടുത്തത്. സിരി എന്നുള്ള നഗരം വികസിപ്പിച്ചെടുത്തത് പ്രത്യേകിച്ച് സൈനിക ആവശ്യങ്ങൾക്കാണ്. സൈനികർക്കായിട്ടാണ് സിരി എന്ന പട്ടണം പണിതത്. മംഗോളിയൻ ആക്രമണത്തിൽ നിന്നും തടയുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അതിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടൗൺഷിപ്പ് ആവശ്യങ്ങൾക്കായി, സിരി ടൗൺഷിപ്പ് ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഹൗസ് ഗ്യാസ് എന്നറിയപ്പെടുന്ന റിസർവോയർ കൂടി സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി വില നിയന്ത്രണവും വിപണി നിയന്ത്രണവും ഏർപ്പെടുത്തിയ വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹം മിക്കവാറുമുള്ള എല്ലാ ഭാഗങ്ങളും നേരിട്ട് രാജാവിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. ലാഹോർ മുതൽ കാര വരെ വ്യാപിച്ചിരിക്കുന്ന പ്രദേശത്തെ ഗ്രാമങ്ങളെ നേരിട്ട് രാജാവിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അതുപോലെ എല്ലാതും ഖലീസിയുടെ കീഴിൽ കൊണ്ടുവന്നു. ഒരാൾക്കും ഇക്തിയ നൽകിയില്ല. ഭൂവരുമാനം ഉൽപ്പന്നത്തിൻ്റെ പകുതിയെ നിജപ്പെടുത്തി. ഇതൊക്കെയാണ് അലാവുദ്ദീൻ ഖിൽജിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തുഗ്ലക് രാജവംശമാണ്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തേക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.